നമുക്കറിയില്ല. അവര് ഈ പേരിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കള് ഇത്രയും കാലം കേരള മണ്ണിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന, നേരത്തെ ഇവിടെ ബാവാമീറ സാഹബ് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ നേതൃത്വത്തിൽ ഷിയാക്കളെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യമാണ് എന്നെ വരേക്കുള്ള മുസ്ലിങ്ങൾ അവലംബിച്ചു പോരുന്നത്. എന്നാൽ അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ട് ഷിയാക്കളെ നമ്മുടെ കേരള മണ്ണിലേക്കും കൂടി ആനയിക്കുക എന്നുള്ള നിഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ട് വേണം ഷിയാക്കളുടെ ഏറ്റവും ദുഷിക്കപ്പെട്ടതായിരിക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ അവരുടെ ഈദ് ഖദീർ എന്ന് പറയുന്ന മഹാന്മാരായ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന, ലാനത്ത് പറയുന്ന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സുന്നികളെ പ്രതിനിധീകരിച്ചാണ് പോലും അവിടേക്ക് അദ്ദേഹം പോയത്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈദ് ഖദീർ എന്ന് ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള കളികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഈദ് ഖദീർ? അതിന്റെ അടിസ്ഥാനം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഒന്നാം ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ശാപം ചൊരിയുന്ന ഒരു പെരുന്നാൾ. അതിനെന്താ കാരണം? അവർ പറയുന്നത് എന്താണ്? ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ആ സംഭവം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദുൽഹിജ്ജ മാസത്തിൽ, അതായത് ഹിജ്റ 10-ാം വർഷത്തിൽ വളരെ ചുരുക്കിത്താൻ പറയുന്നത്, ഹിജ്റ 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1,00,000-ഓളം സഹാബത്തും അവിടെ ഹജ്ജത്തുൽ വദാ നിർവഹിക്കുകയുണ്ടായി. അതിന്റെ മുന്നോടിയായിക്കൊണ്ട്, ആ ഹജ്ജ് നിർവഹിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചുറ്റുഭാഗങ്ങളിലുമുള്ളതായിരിക്കുന്ന കബീലക്കാരുടെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ അവിടത്തുള്ള മേധാവികളെയും എല്ലാ കബീലകളിലേക്കും ആളെ വിട്ടുകൊണ്ട് വിളംബരം ചെയ്തിരുന്നു. ഇതാ ഞാൻ വരുന്നു, ഞാനും സഹാബത്തും കൂടി ഹജ്ജ് ചെയ്യാൻ വരുന്നുണ്ട്, എല്ലാവരും ഈ പ്രാവശ്യം ഹജ്ജിന് വരണം, ഞാൻ എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ നേതാക്കന്മാരിലേക്കും കത്തയച്ചിരുന്നു. സഹോദരന്മാരെ, അങ്ങനെ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ മക്കയുടെ നാനാഭാഗത്തുനിന്നും മദീനയുടെ നാനാഭാഗത്തുനിന്നും അതുപോലെ ഹിജാസിന്റെയും നജിദിന്റെയും തിഹാമയുടെയും എല്ലാം ഭാഗത്തു നിന്ന് അനവധി ആളുകൾ, 1,00,000-ലേറെ ആളുകൾ, ചിലർ പറയുന്നു 2 മില്യൺ ഉണ്ട്, ഏതായിരുന്നാലും 1,00,000-ലേറെ ആളുകൾ ഏതായാലും ഉണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഹജ്ജ് ചെയ്ത് പിന്തിരിഞ്ഞു പോരുന്നു. മക്കയുടെ പരിസരത്ത് നിന്ന് ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന ആളുകളെല്ലാം ഹജ്ജും കഴിഞ്ഞതിന് ശേഷം അവരവരുടെ വീടുകളിലേക്ക് പോയി. ഞാനിവിടെ പറഞ്ഞു, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജിന് വേണ്ടി ഹജ്ജത്തുൽ വദാഇന്റെ ആ ദിവസത്തിൽ ഹജ്ജ് ചെയ്യാൻ വരുന്നു എന്നുള്ളതായിരിക്കുന്ന വിളംബരം പല നേതാക്കന്മാർക്കും മുസ്ലിം നാടുകളിലേക്കുമെല്ലാം അറിയിച്ചിരുന്നു. ആ കൂട്ടത്തിൽ മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിലേക്കുള്ളയും അറിയിച്ചിരുന്നു. അന്ന് അലി റളിയല്ലാഹു അൻഹു യമനിലായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു അവിടെ പിന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയും അങ്ങനെ അവിടെയുള്ള ആയിരിക്കുന്ന മുസ്ലിമീങ്ങൾ, അവിടെ മുസ്ലിമീങ്ങളായവരുടെ സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ദൗത്യവുമായി കൊണ്ട് അവിടെ യമനിൽ പോയതായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു ഓർഡർ കൊടുത്തു, അലിയാരെ നിങ്ങളും എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ ഹജ്ജിന് വരുന്നുണ്ട്, മക്കയിലേക്ക് നിങ്ങൾ ഉടനെ എത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഞാൻ എന്റെ സക്കാത്തിന് മുതലും കൂടിയിട്ടാണ് മക്കയിലേക്ക് പോകുന്നതെങ്കിൽ നിശ്ചിത സമയത്തിന് മക്കയിലേക്ക് എത്താനും ഹജ്ജിൽ കാണാനും സാധിക്കില്ല. അതുകൊണ്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളെ, അതിന്റെ അസ്ഹാബുകളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ സക്കാത്തിന് മുതല് മദീനയിലേക്ക് കൊണ്ടുപോകുന്ന വിഷയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി അലി റളിയല്ലാഹു തആല അൻഹു
അവിടെ നിന്ന് വേഗം മക്കയിലേക്ക് എത്തി. അങ്ങനെ അവിടെ വെച്ചുകൊണ്ടും ഹജ്ജെല്ലാം കഴിഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു തആല അൻഹു എങ്ങോട്ട് പോയി? ഈ യമനിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുന്ന കാഫിലെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഏൽപ്പിച്ചതായിരിക്കുന്ന അലി റളിയല്ലാഹു ഏൽപ്പിച്ചതായിരിക്കുന്ന കാഫിലയാണ്. സക്കാത്തിന് മുതലുമായി വരുന്ന കാഫിലയെ വരവേൽക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന സന്ദർഭത്തിൽ അതിന് ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഈ സംഭവം വളരെയധികം നാം ഒരു പോയിന്റോടെ മനസ്സിലാക്കണം. അലി റളിയല്ലാഹു തആല അൻഹു സക്കാത്തിന്റെ മുതല് കൊണ്ടുവരുവാൻ വേണ്ടി ഏൽപ്പിച്ചതായിരിക്കുന്ന ആളുകൾ അതിൽ സ്വന്തമായ നിലയ്ക്ക് ചില കൈകാര്യങ്ങൾ ചെയ്തു. അതിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുക തുടങ്ങിയതായിരിക്കുന്ന വസ്ത്രങ്ങൾ എടുത്തു ധരിക്കുക തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല ശക്തമായി ഉപദേശിച്ചു. അവർക്ക് ശക്തമായ താക്കീത് നൽകി. ഇതൊരിക്കലും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ല, ഇത് നിങ്ങൾക്ക് ഒരിക്കലും അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ താക്കീത് നൽകി. ഇത് ചില ആളുകൾക്ക് എന്ത് ചെയ്തില്ല, രസിച്ചില്ല. അത് കാരണമായിട്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് ആക്ഷേപം പറയാൻ തുടങ്ങി. അലി റളിയല്ലാഹു ഞങ്ങളോട് ഇത്ര വളരെ കടുപ്പത്തിൽ സംസാരിച്ചു, ഞങ്ങളോട് എങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പരാതി പറയാൻ വന്നു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മനസ്സിലാക്കി? അലി റളിയല്ലാഹുവിന്റെ ഇതിൽ ഒരു പരാതിയുണ്ട്, അത് കാരണം അലി റളിയല്ലാഹുവിന് ചില വിമ്മിഷ്ടങ്ങൾ ചില ആളുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതൊന്ന് തീർത്തു കൊടുക്കാൻ, അലി റളിയല്ലാഹുവിന്റെ സ്ഥാനവും ശ്രേഷ്ഠതയൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ സംഭവം നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കം ഫത്തിന്റെ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് തിരിക്കുകയാണ്. റാബക്കിന്റെ ഏകദേശം അടുത്തെത്തി. അവിടെ 200 കിലോമീറ്ററോളം ദൂരം, മക്കയിൽ നിന്ന് 200 കിലോമീറ്ററോളം ദൂരത്തുള്ളതായ ഗദീർ ഖം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നേരം നട്ടുച്ചയായിരുന്നു. നബിയും സഹാബത്തും കൂടി സഞ്ചരിക്കുകയാണ്. മദീനയിലേക്ക് പോകുന്ന വഴിക്ക് ഗദീർ ഖം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോട് എല്ലാവരോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. മുമ്പിൽ പോയ ആളുകളോട് തിരിച്ചു വരാൻ പറഞ്ഞു. പിന്നാലെ വരുന്ന ആളുകൾ അവര് എത്താനും വേണ്ടി കാത്തിരുന്നു. അങ്ങനെ സഹാബത്തിൽ മുമ്പിൽ പോയവർക്ക് തിരിച്ചു വരികയും പിന്നീടുള്ളവര് എത്തിച്ചേരുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് അവിടെ വെച്ചുകൊണ്ട് ളുഹർ നിസ്കരിക്കുകയുണ്ടായി. മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവിടെ വെച്ച് ളുഹർ നിസ്കരിച്ചതിന് ശേഷം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രസംഗം ചെയ്തു. ആ ഒരു പ്രസംഗത്തിന്റെ ആശയം എന്തായിരുന്നു? ആ പ്രസംഗത്തിലെ ആശയം മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയം എന്താ? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? അന ഔലാ മിൻകും മിൻ അൻഫുസിക്കും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും നിങ്ങളെക്കുള്ള ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടവനല്ലേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് സഹാബത്തിനോട് ഒരു കരാർ വാങ്ങി. അവരെല്ലാവരും പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്വന്തം ശരീരത്തിനേക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും എല്ലാറ്റിനേക്കാളും അവിടുന്ന് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ കുന്തു മൗലാഹു ഫഹാദാ അലിയുൻ മൗലാഹു അല്ലാഹുമ്മ വാലിമൻ വാലാഹു വആദിമൻ ആദാഹു. ഞാൻ ആർക്ക് മൗലയാണോ എന്നാൽ അലി റളിയല്ലാഹു അൻഹും അവർക്ക് മൗലയാകുന്നു. ഞാൻ ആരുടെ സ്നേഹിതനും മിത്രവുമാണോ സഹായിയുമാണോ അലി റളിയല്ലാഹു തആല അൻഹു അവർക്ക് സഹായിയും മിത്രവുമാകുന്നു. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുമ്മ വാലിമൻ വാലാഹു വആദിമൻ ആദാഹു, അലി റളിയല്ലാഹു തആല അൻഹു ശത്രുത വെക്കുന്നവരോട് നീ ശത്രുത വെക്കണമേ. അലി റളിയല്ലാഹുവിനോട് മിത്രം പുലർത്തുന്നവർക്ക്, അവരെ സ്നേഹിക്കുന്നവർക്കും അവനെ ആശ്രയമായി കാണുന്നവർക്കും അവരെ സഹായിയായി കാണുന്നവർക്കും നീ സഹായിക്കണമേ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സുപ്രസിദ്ധമായിരിക്കുന്ന ദുആ അവിടെ വെച്ചുകൊണ്ട് നടത്തി. എന്താണ് സംഭവം? അപ്പൊ ഈ വളരെ നട്ടുച്ച സമയത്ത് സഹാബത്തിനെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സഹാബത്തിനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് നിസ്കരിച്ചതിന് ശേഷം വലിയ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. കുറച്ചു നേരം നീണ്ടു, വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. അവിടെ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? സഹാബത്തിന് റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആലാന്റെ സ്ഥാനമാനങ്ങൾ
എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് അള്ളാഹു റസൂൽ നൽകിയിരിക്കുന്നത്. ആരും അലി റളിയല്ലാഹു തആല ഒരു വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ ശത്രുത വെക്കരുത്. ലാ തുബ്ഗു അലിയൻ, അലി റളിയല്ലാഹു ദേഷ്യം വെക്കരുത്. അലി റളിയല്ലാഹു നിങ്ങൾ എന്നും സഹകരിക്കുകയും അദ്ദേഹത്തോട് നിങ്ങൾ മൈത്രി ബന്ധം പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും ശത്രുത വെക്കരുത് എന്ന് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണ് സംഭവം ഉണ്ടായത്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ പാശ്ചാത്തലം അടിച്ചു മാറ്റിക്കൊണ്ട് ഷിയാക്കൾ എന്ത് പ്രചരിപ്പിക്കുന്നു? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ കഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ച ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന സംഭവമാണ് ഗദീർ ഖം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആ ചരിത്ര പാശ്ചാത്തലം അടർത്തി മാറ്റിക്കൊണ്ട് അതിന് മുമ്പ് എന്തുണ്ടായ ആ സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ആ സംഭവം അവര് മറച്ചു വെച്ചുകൊണ്ട് തന്റെ ഭാവിയിൽ വരാനിരിക്കുന്ന ഖലീഫയാണ് അലി റളിയല്ലാഹു തആല അൻഹു, ആ ഖലീഫയെ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കണമെന്നുള്ളതാണ് ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഈ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അറിയിച്ചത് എന്നുള്ള ഏറ്റവും ദുർവ്യാഖ്യാനപരമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം നടത്തിയിട്ട് അതിന്റെ പേരിൽ അവരെന്ത് ചെയ്യുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി നിശ്ചയിച്ച ദിവസമാണ്. സാധാരണ മുസ്ലിമീങ്ങൾക്ക് 2 പെരുന്നാളുണ്ട്, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. ഈ പെരുന്നാളുകളെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു ഈ പെരുന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനാഘോഷിക്കാൻ വേണ്ടി ദുൽഹജ്ജ് മാസം 18 അന്ന് ആഘോഷിക്കുന്നതായ ഈ സ്വഹാബത്തിനെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ അലി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഖലീഫയാക്കപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണക്കാര് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമാകുന്നു. അവർ അലി റളിയല്ലാഹുവിന് അർഹതപ്പെട്ടതായിരിക്കുന്ന ഖിലാഫത്ത് സ്ഥാനം തട്ടിയെടുത്തുകൊണ്ട് അവർ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്ക് വിരുദ്ധം കാണിച്ചിട്ടുണ്ട്. അവർ മുർത്തദ്ദായി പോയിട്ടുണ്ട്, അവർ കാഫിറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഖിലാഫത്ത് ഒരിക്കലും ശരിയല്ല, അലി റളിയല്ലാഹു മാത്രമാകുന്നു ഖലീഫ എന്നുള്ള വാദം ഇതോടെ അവർ ഉന്നയിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഈ ഈദ് ഗദീർ ഖം എന്ന് പറയുന്നതായ ഈ ദിവസത്തിൽ അവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താണ്? മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ലാനത്ത് ചെയ്യുക, നഊദു ബില്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ലാനത്ത് ചെയ്യുക, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ലാനത്ത് ചെയ്യുക. അങ്ങനെ ഇവരെ അംഗീകരിക്കാത്തായിരിക്കുന്ന സ്വഹാബത്തിനെ മുഴുവനും ലാനത്ത് ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന ആഘോഷമാണ് ഗദീർ ഖം എന്ന് പറയുന്ന ആഘോഷം. സഹോദരന്മാരെ, ഇതാണ് അതിന്റെ പാശ്ചാത്തലം. നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഷിയാക്കൾ പറയുന്നത് പോലെയാണ് സംഭവമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉദ്ദേശം അലി റളിയല്ലാഹു തആല അൻഹു ആകുന്നു ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയാവേണ്ടത്. അലി റളിയല്ലാഹു അൻഹു കുടുംബത്തിൽ നിന്ന് ഖിലാഫത്ത് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെതെങ്കിൽ അറഫയിൽ വെച്ചുകൊണ്ടല്ല അത് പറയേണ്ടിയിരുന്നത്, അല്ലേ? അറഫയിൽ വെച്ചുകൊണ്ട് 2 ഖുതുബ നടത്തിയിട്ടുണ്ട്. ഒന്ന് മിനയിൽ വെച്ചുകൊണ്ടും ഖുതുബ നടത്തി, അറഫയിൽ വെച്ചുകൊണ്ടും ഖുതുബ നടത്തി. പക്ഷേ ലോകത്തിന് നാനാ ഭാഗത്തുനിന്നും തടിച്ചുകൂടിയതായിരിക്കുന്ന ലക്ഷക്കണക്കിന് സഹാബത്തിനോട് എന്റെ പിൻഗാമി അലി റളിയല്ലാഹു തആല അൻഹു ആണ് എന്നുള്ളതായിരിക്കുന്ന വിഷയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെ ഒരു ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മിനയിൽ വെച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട്, 2 ഖുതുബ നടത്തിയിട്ടുണ്ട്. ഈ 2 ഖുതുബയിലും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല. ഏത് വിഷയം? എന്റെ പിൻഗാമിയായി, എന്റെ ഖലീഫയായി വരേണ്ടത് അലി റളിയല്ലാഹു തആല അൻഹു ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ലോകത്തിന് നാനാഭാഗത്തുനിന്ന് ആളുകൾ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും ഖലീഫയാണല്ലോ ഇസ്ലാമിന്റെ ഖലീഫ എന്ന് പറഞ്ഞാല് അവരെല്ലാവരും കേൾക്കുന്ന എന്തെല്ലാം കാര്യം അള്ളാഹുവിന്റെ റസൂൽ എന്ന് പ്രസംഗിച്ചു ഹജ്ജത്തുൽ വദാഇന്റെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭരണീയനും ഭരിക്കുന്നവരും തമ്മിലുള്ള ബന്ധങ്ങൾ, അവരെങ്ങനെയാണ് അവരോടുള്ള ബന്ധം വഴിപ്പെടേണ്ടത് എങ്ങനെയാണെന്നും മാതാപിതാക്കളും സാമൂഹികവും സാംസ്കാരികവുമായിരിക്കുന്ന പല വിഷയങ്ങളും അള്ളാഹുവിന്റെ റസൂൽ അന്നത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ട് പോലും തന്റെ പിൻഗാമിയായി വരേണ്ടത് എന്റെ കുടുംബത്തിൽപ്പെട്ടതായിരിക്കുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവരുടെ കുടുംബവും മാത്രമാകുന്നു എന്നുള്ള സൂചന പോലും നൽകിയില്ല. മിനായിൽ വെച്ച് പ്രസംഗത്തിൽ അത് നൽകിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഹജ്ജെല്ലാം കഴിഞ്ഞ് 200 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചപ്പോൾ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് ചില സഹാബത്തിനുണ്ടായിരുന്നതായ വിമ്മിഷ്ടം അതില്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് ഗദീർ ഖം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഖുതുബ നടത്തുകയും അവിടെ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചരിത്ര പാശ്ചാത്തലത്തെ തീർത്തും അവർ അടർത്തി മാറ്റിക്കൊണ്ട് ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന ഖലീഫയുടെ പ്രഖ്യാപനമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മറ്റു സഹാബത്തിനെ ആക്ഷേപിക്കാനും ശാപം ചൊരിയാനുമായിരുന്നു ഈ ഷിയാക്കള്
പിന്നെ ഏത് ആഘോഷിച്ചു ഹിജ്റ 300 തുടങ്ങിയിട്ടുണ്ട്. 400 മുതലേ ഈ ആഘോഷം അവിടെ തുടങ്ങിയിട്ടുണ്ട് സഹോദരന്മാരെ. കേട്ട് കേൾവിയില്ലാത്തായിരിക്കുന്ന ഒരു സംഭവമല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേര് കേട്ടതായിരിക്കുന്ന കേരളത്തിൽ നിന്ന് ഒരു മുസൽമാൻ എന്ന് പറയുന്ന വ്യക്തി, പണ്ഡിതൻ എന്നുള്ളത് പോട്ടെ, അതിൽ പങ്കെടുത്തു. എന്തിന്? ഈ സ്വഹാബത്തിനെ ലാനത്ത് ചെയ്യുന്നതായ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുള്ള എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ബിദ്അത്തുൻ മുൻകറത്തുൻ ബിദ്അത്തുൻ ശനിയത്തുൻ വല്ലാഹിറത്തുൻ മുൻകറത്തുൻ എന്ന് അൽ ബിദായ വൻ നിഹായയിൽ വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഏതിനെ കുറിച്ച്? ഈ ഗദീർ ഖം എന്ന് പറയുന്ന ആഘോഷത്തെ വളരെ ദുഷിച്ചതായിരിക്കുന്ന പുത്തൻ ആചാരമാണ് എന്ന്. അള്ളാഹു ബഹുമാനപ്പെട്ടവര് നബിദിനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മീലാദ് നബിയെ കുറിച്ച് ഒരു വാചകം ഇതുപോലെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഷിയാക്കൾ ആഘോഷിക്കുന്നതായ ഈ സഹാബത്തിനെ ലാനത്ത് ചെയ്യുകയും അവരുടെ ഖലീഫയ്ക്ക് രണ്ടാമതായിട്ട് ബയ്യത്തിന് പുതുക്കി കൊടുക്കുകയുമെന്ന് അവർ സങ്കല്പിക്കുകയും ചെയ്യുന്നതായ ഈ ഗദീർ ഖമ്മിൽ വെച്ചുകൊണ്ട്, ഗദീർ ഖമ്മ് യഥാർത്ഥത്തിൽ നടത്തപ്പെടുന്നത് അവരുടെ ഈ ആശയത്തിന് മറ്റുള്ള ആളുകൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്, സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. അതിന് അവരുടെ കൂടെ പറ്റി നിൽക്കുന്ന മനസ്സിലാക്കേണ്ടതുണ്ട്. ഇഖ്വാനികൾ ബ്രദർഹുഡ് ഷിയാക്കളോട് ഒരു വിഷയത്തിൽ അവർക്ക് വലിയ താല്പര്യമാണ്. അവർ തമ്മിൽ ഒട്ടി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഷിയാക്കളും ബ്രദർഹുഡും തമ്മിൽ ഒട്ടി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ആശയപരമായി കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഹുക്കുമത്തെ ഇലാഹിയുടെ വിഷയത്തിലും അതുപോലെയുള്ള ഇഖാമത്തുദ്ദീന്റെ വിഷയത്തിലൊക്കെ ബ്രദർഹുഡും ഈ ഷിയാക്കളും തമ്മിലൊക്കെ ഒരേ ആശയക്കാരാണ്. കാരണം പിന്നെ അവർ പറയുന്ന എന്താണ്? ജമാഅത്തെ ഇസ്ലാമി, ബ്രദർഹുഡ്, ഷിയാക്കൾ എല്ലാവരും ഇഖാമത്തുദ്ദീന്റെയും ഹുക്കുമത്തെ ഇലാഹിയുടെയും ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവര് ഈ വിഷയത്തിൽ അതുപോലെ വേറെ ചില വിഷയത്തിലൊക്കെ പരസ്പരം ഐക്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രദർഹുഡിന്റെ വേസിലൂടെയാണ് ഇറാനികൾ ആരെ ക്ഷണിക്കുന്നത്? ബ്രദർഹുഡിന്റെ സംഘടനയിൽ നേതാവായ നമ്മുടെ ആഗോള പണ്ഡിതനെ ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് അതിൽ കാര്യപ്പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഒരു മുസൽമാന് പങ്കെടുക്കാൻ പറ്റിയതായിരിക്കുന്ന ഒരു വിഷയമാണോ ഇത്? സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയും ലാനത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവിടെ. നമ്മുടെ അഖീദ അനുസരിച്ചുകൊണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ചുകൊണ്ട് പിന്നെ ഖിലാഫത്ത് അല്ലെങ്കിൽ ഇമാമത്ത് എന്നൊക്കെ പറയുന്നത് അത് അള്ളാഹുവിന്റെ റസൂൽ ആർക്കും പ്രത്യേകമായി പേരെടുത്ത് പറയാത്ത ഒരു സ്ഥാനമാണ്. അത് സഹാബത്തിന്റെ ഷൂറക്ക് വിട്ടുകൊടുത്തതാണ്. സഹാബത്തിന്റെ ഇഖ്തിയാറിന് അവരെ തെരഞ്ഞെടുപ്പിന് വിട്ടുകൊടുത്തതാണ്. ചില ആളുകൾക്ക് എന്ത് പറയുന്നുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹു തആല പേര് കൊണ്ട് നിർദ്ദേശം ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല ആണ് ഖലീഫ ആവേണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. എന്നാൽ ഈ മറ്റു വിഭാഗം ഷിയാക്കൾ അടക്കമുള്ളവർ അലി റളിയല്ലാഹു തആല ആകുന്നു ഖലീഫ ആവേണ്ടത് എന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ട്. റസൂലുള്ളാഹിന്റെ വസിയാണ്, റസൂലുള്ളാഹിന്റെ ഖലീഫയാണ് എന്ന് ശക്തമായി പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഷിയാക്കൾ. ഈ രണ്ട് വാദവും ശരിയല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അശ്അരിയ, മാതുരിദിയ അഖീദയുടെ ഉലമാക്കൾ വിശദീകരിക്കുന്ന കാര്യം എന്താണ്? ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന വിഷയം ആർക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്? സഹാബത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അവർ കൂടിയാലോചിച്ചുകൊണ്ട് അവരിൽ ഏറ്റവും ഉത്തമരാരാണെന്ന് അവർ തീരുമാനിച്ചിട്ട് തെരഞ്ഞെടുക്കേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. ഇഖ്തിയാർ കൊണ്ടാണ് ഖിലാഫത്ത് ഉണ്ടാവുക, ഇമാമത്ത് ഉണ്ടാവുക എന്നുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ ഇവരെന്താ പറയുന്നത്? അതല്ല. യഥാർത്ഥത്തിൽ ഇമാമത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്, ഉസൂലുദ്ദീനാണെന്ന് അവർ പറയുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല ഒന്നാം ഖലീഫയാണെന്നും അതുപോലെ അവർ ഈ ഇന്നത്തെ ഷിയാക്കള്, ഇന്നത്തെ ഇറാനികളായ ഇമാമിയാക്കൾ എന്നും ജാഫരിയാക്കൾ എന്നൊക്കെ പറയുന്നതായ ഇവരുടെ വിശ്വാസപ്രകാരം അവര് 12 ഇമാമുകളിലാണ് വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ ഇമാം അലി റളിയല്ലാഹു തആല, പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു, പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ മകന്, പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ ഹസൻ അസ്കരി എന്ന് പറയുന്നതായ 12ാമത്തെ ഇമാമുണ്ട്. ആ 12ാമത്തെ ഇമാമ് പിന്നെ മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വെറുതെ മരിച്ചു പോയിട്ടുണ്ട്. അത് മറിഞ്ഞിരിക്കുകയാണ്. വീണ്ടും അയാൾ പുനർജനിക്കും ഖിയാമത്ത് നാളിൽ എന്നാണ്. നമ്മുടെ മഹദി എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ മഹദി എന്ന് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ അന്ന് ജനിക്കുന്ന ഒരു ഉമ്മക്കും ബാപ്പാക്കും ജനിക്കുന്ന ഒരു അഹ്ലുബൈത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരാളാണ്. ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? മഹദി എന്ന് പറഞ്ഞാൽ ഈ ഹസൻ അസ്കരി എന്ന് പറയുന്ന 12ാമത്തെ ഇമാമ് ഇവരെ പിന്നെ ഒരു സുർദാബിൽ ഒളിച്ചിരിക്കുന്ന, മാളത്തിൽ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായ ആ ഒരു മഹദി അന്ന് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. പല വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ 12 ഇമാമുകൾ വിശ്വസിക്കാത്ത ആളുകൾ ഇസ്ലാമിന് പുറത്താണ്, കാഫറാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം വളരെ അപകടം പിടിച്ച വാദങ്ങളാണ്. വളരെ അപകടം പിടിച്ച വാദങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു തആല കാഫിർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരാഴ്ച മുന്നേ, 1-2 ആഴ്ച മുന്നേ നാം ഇവിടെ അഖീദന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തീവ്രവാദിയായിരിക്കുന്ന ഷിയ നമ്മുടെ ക്ലാസ് റൂമിൽ വരികയും എന്താ അടിച്ചുവിട്ടത്?
ആയിഷ റളിയല്ലാഹു തആല നമ്മുടെ മാമ ആയിഷ റളിയല്ലാഹു അല്ലാഹു ലാനത്ത് ചെയ്യട്ടെ, നഊദു ബില്ലാഹ്, അള്ളാഹു മാമ ആയിഷ എന്ന് പറഞ്ഞിട്ട് അവന് അടിച്ചിട്ട് പോയി. നമ്മൾ ബോൺസ് ചെയ്താണ് അവനെ. എന്താ അവരെ ആയിഷ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു തആല ലാനത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ലാനത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആയിരിക്കുന്ന ഷിയാക്കള്, ഇറാനിലെ ഷിയാക്കള്, ലബനാനിലെ ഷിയാക്കള്, ഇറാഖിലെ ഷിയാക്കള്, ഇന്ന് സിറിയയിലെ ഷിയാക്കള്. എല്ലാ ഷിയാക്കളും ഖുലഫാ 3 ഖലീഫമാരെയും ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ടതായിരിക്കുന്ന ആയിഷ ബീബികളായിരിക്കുന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെയും ശപിച്ച് ലാനത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നശിച്ച വിഭാഗമാണ് ഷിയാക്കള്. അതെ, ഹിസ്ബുള്ളയാവട്ടെ, അതുപോലെ ഇന്ന് ഇവിടെ ഈ നുസൈരിയ എന്ന് പറയുന്നതായ അലവിയ വിഭാഗമാണ് ബഷാർ അൽ അസദ് എന്ന് പറഞ്ഞ ആ ലോക ഫിർഔന്റെ അവന്റെ വിശ്വാസം ആവട്ടെ, എല്ലാ വിശ്വാസവും അവരൊക്കെ തന്നെ വിശ്വസിക്കുന്നത് ഖിലാഫത്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ അലി റളിയല്ലാഹു തആല അൻഹുവിനും അലി റളിയല്ലാഹു കുടുംബത്തിനും മാത്രമേ അത് പരിമിതമായി കിടക്കുന്നുള്ളൂ. അതിന് പുറത്തു പോവില്ല. ആരെങ്കിലും അത് പിടിച്ചെടുത്താൽ അവർ അക്രമികളാകുന്നു, അവര് ഖുർആൻ നിഷേധിച്ചവരാണ്, കാഫിറുകളാണ്, ഈ വിശ്വാസക്കാരാണ് അവരുള്ളത്. അപ്പൊ ചുരുക്കം പറയാനുണ്ടെങ്കിൽ ഈ ഒരു ആഘോഷത്തിലാണ് അവർ പങ്കെടുക്കാൻ പോയിരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ, അത് 2-3 ദിവസം വിശദീകരിക്കാൻ മാത്രം അവരുടെ ആശയങ്ങൾ. പിന്നെ ഒരൊറ്റ പ്രധാനപ്പെട്ട വേറൊരു ആഘോഷം കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗോള പണ്ഡിതൻ അതിനും കൂടി പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണ് ആഘോഷം എന്നറിയോ? നാം നെട്ടിപ്പോകും സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അവനെ കൊന്ന ഘാതകന്റെ പേരെന്താ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല കൊന്ന ഘാതകന്റെ പേര് ആർക്കെങ്കിലും അറിയോ? അല്ല, ഉമർ ഖത്താബിനെ കൊന്ന ഘാതകന്റെ പേര് അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസ് എന്ന് പറയുന്ന അഗ്നി ആരാധകൻ മജൂസിയായിരിക്കുന്ന വ്യക്തിയാണ്. അല്ലെ, മജൂസിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല കൊന്നത്. ആ മജൂസിയായിരിക്കുന്ന വ്യക്തിയെ, അവൻ ജൂതനല്ല, മജൂസിയാണ്, അഗ്നി ആരാധകനാണ്. അഗ്നി ആരാധകനാണ് ആരെ കൊന്നത്? ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയെ കൊന്നിരിക്കുന്നത്. പക്ഷേ ഈ കൊന്നതായ അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസ് എന്ന് പറയുന്ന ഇവൻ ചത്തൊടങ്ങിയ ദിവസം ആഘോഷമായി ആഘോഷിക്കുന്നവരാണ് ഷിയാക്കള്. എന്ത് സന്തോഷം കൊണ്ട് ഉമർ റളിയല്ലാഹു തആലയെ കൊലപ്പെടുത്തിയല്ലോ, ഇവൻ വീരനായ മുസ്ലിമാണ്, ഒരു പച്ചക്കാഫറാണ്. അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസ് എന്നവൻ പച്ചക്കാഫറാച്ച മജൂസിയാണ്. അവന് ഇസ്ലാമിലേക്ക് വന്നിട്ട് പോലുമില്ല. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിമയായിരുന്നു. അവന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഷിയാക്കൾ എന്താ വിശ്വസിക്കുന്നത്? അവന് വിശ്വസിക്കുന്നത് ബാബാ ശുജാഉദ്ദീൻ, പേര് കൊടുത്താണ് അവര്. ബാബാ ശുജാഉദ്ദീൻ ആരെ കൊന്നത് കാരണമായിട്ട്, മഹാനാ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നത് കാരണമായിട്ട് അവർ പേര് വെച്ചു കൊടുത്തിരിക്കുകയാണ്. എന്ത്? ബാബാ ശുജാഉദ്ദീൻ എന്നുള്ള പേരാണ് അവർ വെച്ചു കൊടുത്തിരിക്കുന്നത്. എന്തിന് കാരണം? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അവരുടെ എതിരാളിയാണെന്ന് മനസ്സിലാക്കുന്ന ഉമർ റളിയല്ലാഹു കൊല ചെയ്തതിന്റെ പേരിൽ, ആ മനുഷ്യന്റെ പേരിൽ ഇവർ അവിടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് പോലെ ഇറാനിൽ. വളരെ സത്യം പറയുന്നത്. ഈ ബാബാ ശുജാഉദ്ദീന്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് അവരവിടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം പ്രത്യേകമായിരിക്കുന്ന ഒരു ആഘോഷമായിക്കൊണ്ട് അതിന് യോമുൽ മുഫാഖറ എന്ന്, യോമു തബ്ജീലി എന്ന്, അതുപോലെ യോമു സക്കാത്തുൽ ഉദമ, യോമുൽ ബറക്ക, യോമു തസ്ലിയ തുടങ്ങിയ ഒരുപാട് പേര് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊന്ന ദിവസത്തെ അവർ ആഘോഷമായി കൊണ്ടാടുകയാണ് അവര്. എന്തിനു വേണ്ടി? അലി റളിയല്ലാഹുവിന്റെ അധികാരം തട്ടിയെടുത്ത ഒരു കാഫിറ മുർത്തദായിരിക്കുന്ന ആളാണല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ കൊന്നത് വലിയ കൂലിയുള്ള കാര്യമല്ലേ? അതുകൊണ്ട് അയാളെ പേരിൽ ഒരു ആഘോഷം. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ അതിന് പോകാൻ ആളുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബാബാ ശുജാഉദ്ദീന്റെ ഇത്, അതുപോലെ നെഹ്റൂസിന്റെ, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ അവർക്കുണ്ട്. മുസ്ലിമീങ്ങളും ഇസ്ലാമും പരിചയമില്ലാത്ത ഒരുപാട് ആഘോഷങ്ങൾ ആഘോഷിക്കുന്നവരാണ് അവര്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന സഹാബത്തിനെ അംഗീകരിക്കാതിരിക്കുക. ഞാൻ നോക്കി അവർ അംഗീകരിക്കുന്ന സഹാബത്തിന്റെ ലിസ്റ്റ് ഞാൻ എടുത്ത് പരിശോധിച്ച സഹോദരന്മാർ. എന്താ ഉള്ളത്? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരില്ല, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ പേരില്ല, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരില്ല, അതുപോലെ ഒരുപാട് പേരില്ല. അവർ അംഗീകരിക്കുന്നത് കളഞ്ഞ് അംഗീകരിക്കുന്ന 3-4 സഹാബത്ത് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ 23 വർഷക്കാലം ഇവിടെ ഇസ്ലാമിക പ്രബോധനം ചെയ്തിട്ട് ശരിയായ മുസ്ലിമീങ്ങളായി 4-5 സഹാബത്ത് മാത്രമേ ഉള്ളൂ. ഏതൊരുത്തനാണ് പറയാൻ സാധിക്കുക? ഇസ്ലാമിന് ശത്രുക്കൾ പോലും അത് അങ്ങനെ പറയുകയില്ല. പക്ഷേ ഷിയാക്കൾ വിശ്വസിക്കുന്നത് അതാണ്. ഇങ്ങനെ കടുത്ത അനിസ്ലാമികമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഷിയായിസം എന്ന് പറയുന്നത്. ഒരു നിലക്കും നമുക്ക് അവരോട് യോജിക്കാനോ അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കാനോ സാധ്യമല്ല. അതെ, ഈ അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസിക്ക് ഒരു പ്രത്യേക ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി അതിന്റെ സ്റ്റാമ്പൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതാ മസാർ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി ഇറാനിലെ
കണ്ട ആളുകൾ തന്നെ പറയുന്നുണ്ട്. സയ്യിദ് മൂസവി പറയാണ് കേട്ടോ, ഞാൻ ഒറ്റ ഇബാറത്ത് ഞാൻ വായിക്കാം. സയ്യിദ് ഹുസൈൻ മൂസവി എന്ന് പറയുന്ന ഷിയ നേതാവ് പറയുന്നത്, അന്ന ഫി മദീനത്തി കാശാനിൽ ഇറാനിയ ഫി മിന്തഖത്തി തുസമ ബാഗൈഫിൻ. ബാഗൈഫേൻ എന്ന് പറയുന്ന ആ ഇറാനിലെ കാശാൻ പട്ടണത്തിലുണ്ട് മഷ്ഹദൻ അലാ ഖിറാർ ജുന്ദിൽ മജ്ഹൂലി, ഒരു മഷ്ഹദ് ഉണ്ട്. എന്താ ഫീ ഖബറും വഹ്മിയുൻ ലി അബീൽ ഉലദ് ഫൈറൂസ് ഫാരിസിൽ മജൂസി ഖാതിൽ ഖലീഫത്ത് സാനി ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊന്നതായ മജൂസിയുടെ ഒരു ഖബറുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് ആ ഖബർ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ഒരു മഷ്ഹദ്, ഒരു മസാർ ഐസ അത്ലഖു അൽ ഇമാം അനാബുൽ അറബിയ മർക്കദ് ബാബ ഷുജാഉദ്ദീൻ. മർക്കദ് ബാബ ഷുജാഉദ്ദീൻ എന്നുള്ള പേരിൽ അവിടെ അവര് ഒരു മഷ്ഹദ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അവര് എന്തിനു വേണ്ടി? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അവനെ കൊന്നതിന് വേണ്ടി. അവര് അതിന്റെ വഖദ് കുത്തിബ അലാ ജുദ്റാനി ഹാദൽ മഷ്ഹദ് ബിൽ ഫാരിസി, പേർഷ്യൻ ഭാഷയിൽ ഈ മഷ്ഹദിന്റെ ചുവരിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ് മർക്ബർ അബൂബക്കർ, മർക്ബർ ഉമർ, മർക്ബർ ഉസ്മാൻ. അതായത് ആർക്ക് നമ്മള് മുർദാബാദ് ഉണ്ടല്ലോ, ഉറുദുവിൽ മുർദാബാദ് എന്ന് പറഞ്ഞ അർത്ഥമാണ് മർക്ബർ അബൂബക്കർ. അതായത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ മരിക്കട്ടെ, അവർക്ക് നാശം, മരണം എന്നുള്ള അർത്ഥത്തിൽ അവര് ആ ചുവരുമേൽ എഴുതി വെച്ചതായിരിക്കുന്ന ഒരു സ്ഥലം ഇന്ന് ഇറാനിലുണ്ട്. ഇങ്ങനെ വളരെ വിചിത്രമായതും അനിസ്ലാമികമായതുമായിരിക്കുന്ന പരിശുദ്ധ ഖുർആനും ഹദീസിനും ഘടകവിരുദ്ധമായ രീതിയിൽ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു സഹാബത്തിന്, പ്രത്യേകിച്ച് സഹാബത്തിനെ ശാപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമ്മേളനത്തിൽ സുന്നത്ത് ജമാഅത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സുന്നികളെ പ്രതിനിധീകരിച്ചുകൊണ്ട്, എന്ത് സുന്നിയാണ്? ഷിയാക്കൾക്കെതിരെ ഒരു സുന്നി എന്ന് പറയാറുണ്ട്. ആ സുന്നിയിൽ ആരെല്ലാം പെടും? ഷിയാക്കളല്ലാത്ത എല്ലാം പെടും. അതിൽ ജമാഅത്ത് ഇസ്ലാമി പെടും, മുജാഹിദ് പെടും, അത് വഹാബി പെടും, അതുപോലെ തബ്ലീഗ്, എല്ലാ സാധനങ്ങളും അവരുടെ പ്രതിനിധിയായി പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ സുന്നത്ത് ജമാഅത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സുന്നിയല്ല. അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇത്രക്കും ഇസ്ലാമുമായി അകന്നു നിൽക്കുന്ന ഒരു വിഭാഗമാകുന്നു ഷിയാക്കള് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കാം. ഈ സമയത്ത് കൂടുതൽ സംസാരിക്കാൻ പറ്റിയ സമയമല്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുകയാണ്. അപ്പൊ ഇതാണ് വളരെ ചുരുക്കത്തിൽ. ഒരുപാട് ഷിയാക്കളെ സംബന്ധിച്ച് പറയാനുണ്ട്. നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന രീതിയിൽ വളരെ കടുത്ത ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന വിഭാഗമാണ്. അവരൊരു നിലക്കും അടുപ്പിക്കാനോ നമ്മുടെ കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാനോ ഒരിക്കലും നാം അനുവദിക്കാൻ പാടുകയില്ല. ഇങ്ങനെയുള്ള ആലിമീങ്ങൾ അവിടെ പോയിട്ട്, ആലിമീങ്ങൾ എന്ന് പറയാ, അവരവിടെ പോയി എന്താ, പിന്നെ അവർ ഇങ്ങോട്ട് ക്ഷണിക്കും, അങ്ങോട്ട് പോകും. അങ്ങനെ ഷിയായിസത്തെ പതുക്കെ നമ്മുടെ കേരള മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണിത്. നമ്മൾ എല്ലാവിധത്തിലും ശക്തിയുക്തം എതിർക്കണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്തരം സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന, സഹാബത്തിനെ കുറ്റം പറയുന്നതായ ആളുകളുടെ എല്ലാവിധ അവരുടെ ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് എല്ലാവരും ജാഗരൂകരായിരിക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദുമാർക്കും അതുപോലെ പ്രവർത്തകന്മാർക്കും എല്ലാവർക്കും വേണ്ടി മൈക്ക് റിലീസ് ചെയ്യാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.